സിദ്റത്തുൽ മുന്തഹയും കടന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കാണാൻ വേണ്ടി അർശിന്റെ അരികിലേക്ക് എത്തിച്ചേർന്ന സമയത്ത് അവിടുത്തെ ചെരുപ്പ് അഴിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ചോദിക്കപ്പെടുകയാണ്, അല്ലയോ നബിയെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? തുരിസിനാ പർവ്വതത്തിൽ വെച്ച് മൂസാ നബി അലൈഹി സ്വലാമിനോട് കൽപ്പിച്ചതുപോലെ എന്നോടും കൽപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി, അതിനാലാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ സമയത്ത് ഒരു വിളിയാളം കേൾക്കുകയാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് മൂസാ നബി അലൈഹി സ്വലാമിനേക്കാൾ എത്രയോ എന്നോട് അടുത്തവരാണ്, അതുകൊണ്ട് നിങ്ങൾ ചെരുപ്പഴിച്ചു വെക്കേണ്ടതില്ല. അങ്ങനെ അള്ളാഹു തആലയുമായി മുനാജാത്ത് നടത്തുന്ന ആ സമയത്ത് അള്ളാഹു ഒരു ഓഫർ കൊടുക്കുകയാണ്, നബിയെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ എന്തും തരാൻ റെഡി ആയിരിക്കുകയാണ്. ആ ഓഫർ കൊടുത്ത ആ സാഹചര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ജീവിതത്തിൽ മുഴുവൻ കഷ്ടപ്പാടും പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി ജീവിച്ച ഒരാൾ, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എത്രയൊക്കെ പ്രയാസങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രയാസങ്ങളെല്ലാം അവൻ മറന്നു പോകുമെന്നാണ്. എന്നാൽ ആ സ്വർഗം പോലും മറന്നു പോകുന്ന ഒരേ ഒരു നിമിഷം അത് അല്ലാഹു തആലയെ നേരിൽ കാണുന്ന ലിഖാഇന്റെ സമയത്താണ്. ആ സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഈ ഓഫർ അല്ലാഹു തആല വെക്കുന്നത്. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം, എന്റെ ഉമ്മത്തിന് നീ കരുണ ചെയ്യണമേ എന്നായിരുന്നു. ചോദിച്ചാൽ എന്തും നൽകപ്പെടുന്ന ആ അസുലഭ നിമിഷത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്താകുന്ന നമ്മയാണ് ഓർത്തത്. ആ നേതാവിനെയല്ലേ നാം തിരിച്ച് സ്നേഹിക്കേണ്ടത്. ഹൃദയം മദീനയിലേക്ക് ചേർത്ത് വെക്കും, സ്വലാത്തുകൾ കൊണ്ട് ധന്യമാക്കും.